ഡിഷ് ടി വിയിൽ നിന്ന് 6 മലയാളം ചാനലും കൂടി ആഡ് ചെയ്തു. ഇനി 6ഓളം മലയാളം ചാനൽ കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആഡ് ചെയ്ത മലയാളം ചാനലുകൾ ഏതൊക്കെയാണെന്നും ഇനി ആഡ് ചെയ്യാനുള്ള 6ഓളം മലയാളം ചാനൽ ഏതൊക്കെയാണെന്നെല്ലാം ഈ വീഡിയോയിൽ നോക്കാം. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഡ് ചെയ്ത മലയാളം ചാനലും അവയുടെ നമ്പറും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കാണാം. കൂടാതെ വീഡിയോകോൺ ഡീറ്റെയിൽസിൽ നിന്ന് ഡിഷ് ടി വിയിലേക്ക് മാറുന്നതിനെ പറ്റിയുള്ള ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നുമല്ല, ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളാണ്. അത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോൻ്റെ അവസാന ഭാഗം നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഡിഷ് ടി വിയിലേക്ക് ആഡ് ചെയ്തുള്ള 6 മലയാളം ചാനലുകളും അവരുടെ നമ്പറും നോക്കാം. റിപ്പോർട്ടർ ടി വി 3188, മീഡിയ വൺ 3195, കൈരളി 3123, പവർ വിഷൻ 3235, ഏഷ്യാനെറ്റ് പ്ലസ് 3119, ഏഷ്യാനെറ്റ് ന്യൂസ് 3179. ഇങ്ങനെ നമുക്ക് 7ഓളം മലയാള ചാനലുകളാണ് കഴിഞ്ഞ ദിവസം ആഡ് ചെയ്തുള്ളത്. ഇനി നമുക്ക് 6ഓളം മലയാളം ചാനലുകൾ ആഡ് ചെയ്യാനുണ്ട്. കൈരളി ടി വി, കൈരളി ന്യൂസ്, ആർവസ്റ്റ് 24/7, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, ജയ്ഹിന്ദ് ന്യൂസ്. ഇങ്ങനെ കുറച്ച് മലയാളം ചാനലാണ് ഇനി ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ആഡ് ചെയ്ത മലയാളം ചാനലിൻ്റെ ലിസ്റ്റ് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സെസ് 8 95 ഡിഗ്രിയിലേക്ക്, അതായത് നമ്മുടെ ഡിഷ് ടി വിൻ്റെ ഭാഗത്തേക്ക് മലയാളം ചാനലുകൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിക്കവാറും വീഡിയോകോൺ ഡീറ്റെയിൽസിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഷ് ടി വിയിലേക്ക് ഡിഷ് ചാനൽ മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുന്ന വീഡിയോന് താമസിയാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിയിട്ടുള്ള മലയാളം ചാനലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ കാണാം. ഇത് ഒഫീഷ്യലുള്ള അപ്ഡേറ്റ് ഒന്നുമല്ല, ഒഫീഷ്യലുള്ള ഇൻഫോർമേഷൻ ഒന്നുമല്ല, ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളാണ്. ഇതെനിക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ഒരുപാട് പേര് പറയുന്നുണ്ട് 88 ഡിഗ്രിയുടെ, അതായത് വീഡിയോകോൺ ഡീറ്റെയിൽസ് ലഭിക്കുന്ന ആ ബോക്സ് സെസ് 8, അതായത് ഡിഷ് ടി വിയിലേക്ക് മാറ്റുമ്പോൾ സപ്പോർട്ട് ചെയ്യൂലെന്ന് പറയുന്നുണ്ട്. ടെക്നീഷ്യന്മാർ വന്ന് ബോക്സ് അപ്ഗ്രേഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കുന്നതാണ്.